ഊമയാണെങ്കിൽ എത്ര നല്ല മനുഷ്യൻ. എന്റെ ബോഡി കൊണ്ടുപോവാ എന്റെ വണ്ടി വന്നു. എടാ ചന്ദ്ര, നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ് അച്ചോട്ടം കൊടുത്ത് തീർത്തടാ? ആര് പറഞ്ഞു? ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് അച്ചോട്ടൻ സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു. ആ പോയത് നമ്മുടെ അച്ചു അല്ലല്ലോ. അത് നീ വെള്ളം അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ. അത് നമ്മുടെ അച്ചോട്ടൻ തന്നെ. സൈക്കിൾ ഇടിക്കാൻ പോയപ്പോ അമ്മയെന്ന് വിളിക്കണ പോലെ തോന്നി. ചന്ദ്ര, അത് അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദബീജികൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും. അപകടം വരുമ്പോ ഊമ സംസാരിക്കോ? അപകടം വരുമ്പോഴും കൂമ്പിന് ഇടി കിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട്. ഇല്ലടാ, അത് അപ്പുവാ. നമ്മുടെ അച്ഛന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ. ആണ്. ആ, അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ. അത് ഞാൻ തീർത്തുതരാം. ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും. എല്ലാം കിട്ടിയോടാ? എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ? ശിവകാശിന്ന് അച്ചോട്ട് നേരെ വീട്ടിലേക്ക് വന്നത്. ഞങ്ങൾ നാളെ വന്നോളന്നിട്ട് സമ്മതിച്ചില്ല. അതേതായാലും നന്നായി. നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻമൊഴിക്ക് വലിയ സങ്കടമായിരുന്നു. ഞാൻ വിളിച്ചതല്ലേ, അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞ്. ശരിയാ. ചന്ദ്ര, അതെ അപ്പു ഇവിടെ ഉണ്ട്. എടാ, ബാലി സുഗ്രീവൻ 1000 എണ്ണ അടിച്ചില്ലേ? എന്താടാ? മതി, മനസ്സിലായി മനസ്സിലായി. പാഞ്ചാലി 1000 മതി. എന്റെ പൊന്നോ, ഒടുക്കത്ത അഭിനയം. ഹായ്, സൂചി കുത്താൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ്. ഈശ്വര, കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി എന്നെ നിക്കണേ. മസില് പിടിക്കാതെ ലൂസാക്കിയിടൂ. സബാഷ്. ഈ കിഷ്കിന്ധാപുരി ഏത് ബാലയിലാന്ന് പറയാമോ? കിഷ്കിന്ധാപുരി ഉത്തരറിയില്ല, മറ്റവൻ തന്നെ. ഇനി ക്യുസൊന്നും വേണ്ട, നമുക്ക് റിയാലിറ്റി ഷോ മതി. അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ. നീ എനിക്ക് വേണ്ടി SMS ചെയ്തോ. ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. ഒന്നുമില്ല. അതെ, ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ. നമുക്കറിഞ്ഞൂടെ? അമ്മേന്ന് ശരിക്കും വിളിച്ചു. എന്റെ സംഗതി എല്ലാം പുറത്തു വന്നു. നോക്ക് ചന്ദ്ര. അകത്ത് ഷഡ്ജം ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ. எதுக்குறோம் டிபார்ட்மெண்ட்? உன்னால முடியலன்னா ஏகிட்ட சொல்லு. என்னோட பசங்களை அவனை கொலை பண்ணிட்டு வருவேன். பெரிய போலீஸ் ஆபீசர். தூ. ആരാ? CI അൻവരസൻ ഫ്രം പൊള്ളാച്ചി. SI ശ്യാമളൻ മങ്കര ഇപ്പോൾ ലീവ് എടുത്ത് ആക്ടിങ്ങില്ല. புருஷன் பொண்டாட்டி வாழ்க்கை எப்படி இருக்கு? சந்தோஷமா இருக்கா? ஆனா இனிமே அப்படி இருக்காது. സാറേ വേണ്ട, സാറോട് അപ്പൂല ആള് മാറിപ്പോയി. അയ്യോ വേണ്ട.
ആള് മാറി കൈവച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ. കൂമ്പ് കലങ്ങി പോവും. പൊട്ടന്റെ ഇടിയെന്ന് കേട്ടിട്ടില്ലേ? എന്റെ അനിയനെ ഞാൻ തല്ലും, ഒരു തെണ്ടിയും ചോദിക്കാൻ പാടില്ല. പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു തെണ്ടി തൊട്ടാ ഞാൻ ചോദിക്കും സാറേ. ഏയ്, രണ്ടുപേരെയും തൂക്കി ഉള്ള പൊട്ടുവേ റാസ്കൽ. സാറേ വെറുതെ വടി കൊടുത്ത് അടി മേടിക്കല്ലേ. ഈ മിണ്ടാപ്പോച്ചുണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കലവടയ്ക്കും. സാറിന് എന്നെയല്ലേ ആവശ്യം? നമുക്ക് പോകാം സാറേ. സാറ് വാ. ജന്മഴി കവലപ്പെടാതെ ഞാൻ സീക്കിരം തിരുമ്പി വരുവേ. ഏയ്, പോന്നെ സാർ. വാടാ. அவரு எத்தனையோ வாட்டி ஜெயிலுக்கு போயிருக்காரு. வெற்றியோட திரும்பி வந்துருவாரு. அதனால எனக்கு கவலை இல்லப்பா. എന്താ മോളെ? അച്ചു, വേഗം വൈദ്യുതിടത്തേക്ക് കൊണ്ടുപോകും. അളിയ വിശ്വംബറിന്റെ കട എത്തുമ്പോ ഒന്ന് നിർത്തണേ, ഒരു സോഡ പിടിച്ചിട്ട് പോ. പെട്ടെന്ന് പോ, ലോഡിങ് കയറി തടയും. ദേവലോകത്ത് റാലിയാ? അയ്യോ, അച്ചു, സന്താനഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളെ ഒരുപാട് ഞാൻ ചികിത്സിച്ചു, ഫലം ഉണ്ടായില്ല. പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ മതി. നിങ്ങളുടെ തറവാട്ടിൽ ഒരു ഉണ്ണി പിറക്കാൻ പോകുന്നു. എന്തേ കഷ്ട, ഇതിന്റെ പേരറിയാൻ പാടില്ലല്ലേ മോനെ? ഇത് പേരിടാത്ത ഒരു മൃഗമാണ്. തൽക്കാലം ഇതിനെ ദിവാകരൻ എന്ന് വിളിച്ചോളൂ. അയ്യോ വേണ്ട വേണ്ട, അതെന്റെ അച്ഛന്റെ പേരാ. അപ്പൊ കറക്റ്റായി. പുള്ളിക്കാരൻ മദ്യപിച്ച 4 കാലില്ല. എടാ, നീ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയാൽ കുഞ്ഞ് അക്ഷരം അറിയാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കും. പാല് കുടിക്കാം. വേഗം കുടിച്ചേ. നാളെ അപ്പു വരുന്നതിന്റെ സന്തോഷത്തിലാവള്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പഴയതുപോലെ അവൻ വരുമ്പോ നീ വഴക്കുണ്ടാക്കാൻ നിന്നാൽ അവരവരുടെ കൊച്ചിനെ എടുത്തുണ്ടെങ്കിൽ പൊള്ളാച്ചിക്ക് പോകും. അല്ലേലും വെച്ചിട്ട് മൂക്കത്തല്ലേ ശുണ്ടി. ഒരു ചെറിയ കാര്യം മതിയല്ലോ പ്രശ്നം ഉണ്ടാക്കാൻ. ആ, അങ്ങനെയാണേ കൊള്ളാം. സെറ്റെല്ലാം കത്തി കഴിഞ്ഞു. ഇനി പോവാം. നിങ്ങൾ വിട്ടോ, ഇവിടെ അടുത്തല്ലേ. ഞാനും അച്ചു അങ്ങ് എത്തിക്കോളാം. വണ്ടി വിട്ടാ. ഓക്കെ, ബൈ. ബാല കഴിഞ്ഞ ആളുകൾ പിരിഞ്ഞിട്ട് മതി. അച്ചു കാശ് വാങ്ങിക്കാൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകും. ആ സമയത്ത് നീ ഫീസ് ഊരിയാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഓ, ഈ പാമ്പിനെ കൊണ്ട് വലിയ ശല്യമല്ലോ. മനുഷ്യനെ കൊണ്ട് സോഡ കുടിപ്പിക്കില്ല. അങ്ങോട്ട് മാറി കിടക്കുമ്പേ. എടാ, നീ ഇത് 3ാമത്തെ സോഡയാ കുടിക്കുന്നത്. ഗ്യാസ് കയറിയാ പിന്നെ ശിവന് താണോ വാടാൻ പറ്റിയതാ. ഗ്യാസിന് കയറാറിയെങ്കിൽ ഇറങ്ങി പോകാൻ വഴി അറിയാ. ആശാസനെ പാടോക്ക്. അളയ ശിവ, ഒരു ബീഡിങ് എന്ന് താരക്ക് നീ വിളിച്ചാലേ ഭീഷ്മര് പിന്നെ കരിഞ്ഞോൾ കർണായി പോവും. സൂക്ഷിച്ചു വലിക്ക്. അളയ വിഘ്നകത്ത് പാൻ കയറും. ഭയങ്കര കടി. ലേഡീസ് വിൽക്കാനും കയറും. എന്താണ് ഇത്? വേഷം തീർന്നു പറഞ്ഞ ഒറ്റയ്ക്കാ കുടിക്കുക. ഒഴിക്കടായിരിക്കും.
എനിക്ക് പൊഴിക്കൂ. 2 പക്കൂതി. അച്ചോട്ടാ അവിടെ വേണോ? അച്ചോട്ടാ അടുത്ത സീനിൽ മാറണ്ട എന്റെ കോസ്റ്റ്യൂംസ് എടുക്കാൻ മറന്നുപോയി. വാഷ് ചെയ്യാൻ കൊണ്ടുപോയതാ, നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. എടാ അടുത്ത രംഗത്തേക്കല്ലേ, നീ ടെൻഷൻ ആവണ്ട, വേഗം പോയി എടുത്തോണ്ട് വന്നാ മതി. ചെല്ലേ. ആ ഭരതനും പ്രകാശനും സാക്ഷി പറഞ്ഞുകൊണ്ട് മാത്രം പാവം നമ്മുടെ അച്ചുവട്ടൽ ലോക്കപ്പിലായത്. കണ്ട കാര്യം ഞങ്ങൾ പോലീസിനോട് പറഞ്ഞോളൂ. ബലാത്സംഗ ശ്രമത്തിനിടയ്ക്ക് തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പോരാത്തതിന് അച്ചുവാണെങ്കിൽ നല്ല വെള്ളമായിരുന്നു. ഇവനൊക്കെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ എന്ത് പോക്കത്തിലും കാണിക്കും. എന്തായാലും അച്ചു എങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കൂടപ്പിറപ്പിനോട് സ്നേഹമില്ലാത്തവൻ പിന്നെ എങ്ങനെയാ അവന്റെ ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത്? സ്നേഹിക്കാൻ പോയതാ ഇപ്പൊ കുഴപ്പമായത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കണത്. അച്ചുവട്ടൻ നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിഞ്ഞോളൂ. അല്ല, ശവദാഹം എപ്പോഴാ? അപ്പു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് മാറുന്നേ.